ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയും സന്തോഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഉയിർപ്പ് കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച നാം ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണത്. മനുഷ്യനോട് യാതൊരു തരത്തിലും അവന് ശത്രുതയില്ല, സ്നേഹം മാത്രം. ഓടി ഒളിച്ചവരും കഥകടച്ചിരിക്കുന്നവരും അറിയില്ല എന്ന് പറഞ്ഞവരുമൊക്കെ വീണ്ടും അടുപ്പമുള്ളവരായി രൂപപ്പെടുന്നുണ്ട്. അടഞ്ഞ വാതിലുകളൊക്കെ തുറവിയുള്ള വാതിലുകൾക്ക് കാരണമാവുന്നു. അടഞ്ഞുപോയി ജീവിതവും പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സുമൊക്കെ പ്രകാശമുള്ളവരായി രൂപപ്പെടുന്നുണ്ട്. ഇനി അവനോടൊപ്പം അവർക്ക് അത്താഴം കഴിക്കാം, പങ്കുചേരാം, അവരുടെ ആവലാതികൾ പറയാം. ഒരു പരാതിയുമില്ല, ഷാഢ്യവുമില്ല, തിരുത്തലുകളുമില്ല. അസ്വസ്ഥമായിരിക്കുന്ന മനസ്സിന് അനിവാര്യമായത് സമാധാനമാണെന്ന തിരിച്ചറിവുകൾ എത്ര വലുതായി മാറപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭയപ്പെട്ട് കഥകടച്ചിരിക്കുന്നവരുടെ കാതുകളിൽ പതിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന ആശ്വാസവാക്കുകൾ തന്നെയാണ്. അനിവാര്യമാകുന്ന അനുഗ്രഹമാണത്. അസ്വസ്ഥതപ്പെടുന്ന ജീവിതങ്ങൾക്ക് ഇനി ശാന്തതയിലേക്ക് തിരികെ വരാം. അവരുടെ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളുമൊക്കെ ഇനി പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കപ്പെടുകയും ചെയ്യുന്നു. അടച്ച കല്ലറകളും അടച്ച വാതിലുകളുമൊക്കെ ഈ ഉദ്ധാനം എന്തുമാത്രം ഒരു തുറവിക്ക് കാരണമാകുന്നുവെന്ന് പഠിപ്പിക്കുകയാണ് നമ്മളെ. ഇനി കണ്ണുനീർ തൂകി ജീവിക്കേണ്ടവരല്ല, കരുണയോട് കൂടി മുന്നോട്ട് പോകേണ്ടവരാണ്. ഇനി കാഠിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമില്ല. ഒരു ശിക്ഷിക്കുന്നവനെ വിധിക്കുന്നവനെ പോലെ കൂടെ നിൽക്കുകയല്ല, ഒരു കൂട്ടുകാരനെ പോലെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവനായി. കൂടെയില്ല എന്ന പരിഭവം പറഞ്ഞൊരുവൻ പുറത്തായിരുന്നപ്പോൾ കണ്ടവരൊക്കെ സ്നേഹത്തോടെ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടുവെന്ന് പറയുമ്പോഴും ആഴത്തിൽ സ്നേഹിക്കുവാൻ ആത്മാർത്ഥതയുണ്ടായിരുന്ന ഒരു അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നുണ്ട്, ആ മുറിവുകളുടെ ആഴമൊന്ന് തിരിച്ചറിയണം. എനിക്ക് വേണ്ടി വേദനിച്ചവനും മരിച്ചവനും എനിക്ക് വേണ്ടി ഏറ്റെടുത്ത മുറിവുകളുടെ ആഴം എത്ര വലുതാകുന്നുവെന്ന് മനസ്സിലാക്കുന്നിടത്താണ് എൻ്റെ വിശ്വാസവും ആഴപ്പെടുന്നത്. മുറിവുകളുടെ ആഴം തിരിച്ചറിയുന്നിടത്ത് ഒരുവൻ എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ആഴവും എനിക്ക് പിടികിട്ടും. ഏതെല്ലാം അർത്ഥത്തിലാണ് ഓരോ വ്യക്തികളും സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൊതിയുന്നത്. ചെറുതും വലുതുമായ സാന്നിധ്യം കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മളെ ചേർത്ത് പിടിക്കുന്നതിലൂടെയും അനുഗ്രഹിക്കുന്നതിലൂടെയും ആശ്വസിപ്പിക്കുന്നതിലൂടെയും ഒക്കെ അവർ സ്നേഹത്തിൻ്റെ പര്യായങ്ങളായി രൂപപ്പെടുന്നില്ലേ? ഇനി ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടി വചനത്തിലുണ്ട്. ആഴം തിരിച്ചറിഞ്ഞവൻ ആത്മാർത്ഥമായി വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ. അതെ, എന്നും എപ്പോഴും നാം ഉച്ചരിക്കേണ്ട ഒരു വിശ്വാസവാക്യം അത് തന്നെയാണ്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുണ്ട്. ഫൗസ്തീനയുടെ വാക്കും അത് തന്നെയല്ലേ? കർത്താവേ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു. പൂർണ്ണമായി ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുവാൻ പഠിക്കുന്നിടത്ത് ഇനി ജീവിതം ആരംഭിക്കുകയാണ്. നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് തന്ന് നമ്മുടെ കുറവുകളെയൊക്കെ ഇങ്ങനെ വല്ലാതെ പരിക്കേൽപ്പിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പേരല്ലാതെ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അടഞ്ഞ ജീവിതത്തിൽ നിന്ന് തുറവിയിലേക്ക് ഇനി നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇത് കരുണയുടെ ഞായറാണ്. കാരണം ദൈവം മനുഷ്യനെ തേടിയെത്തുകയാണ്. മനുഷ്യൻ അടച്ചു വെക്കാൻ ശ്രമിക്കുന്ന വാതിലുകൾക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ കുഞ്ഞും വലുതുമായ സങ്കടങ്ങളൊക്കെ അവൻ അറിയുന്നുണ്ട്. ഞാൻ കൂടെയില്ല എന്നതിൻ്റെ പേരിൽ പോലും ഒരാളും ഇനി പരിക്കേറ്റവരെ പോലെ ജീവിക്കാൻ പാടില്ല. അവൻ പ്രതീക്ഷയുള്ളവനായി മാറപ്പെടണം. അവന് വേണ്ടി കൂടി അവൻ സമയം കണ്ടെത്തുന്നുണ്ട്, മാറ്റിവെക്കുന്നുണ്ട്. കൂട്ടത്തിലായിരിക്കാൻ പരിശ്രമിക്കാം. ഒറ്റയ്ക്ക് തിരിഞ്ഞ് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതല്ല, കൂട്ടത്തിലായിരുന്ന് അവനെ സ്നേഹിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കാം. അത് നമ്മുടെ വിളി തന്നെയല്ലേ? ഈ ഞായർ നമ്മുടെയൊക്കെ ജീവിതത്തെ കരുണയിൽ ആഴ്ത്തപ്പെടട്ടെ. ദൈവം ക്ഷമിക്കുവാൻ ആവശ്യപ്പെടുന്നു. അത് ദൈവം നമ്മളോട് കാട്ടുന്ന ക്ഷമയും കരുണയും അവരോടും കാണിക്കുവാനുള്ള വിളി കൂടിയുണ്ടെന്ന് ഈ ഞായർ നമ്മളെ പഠിപ്പിക്കുന്നു. ഉദ്ധാനം ഞാനെന്ന ഭാവത്തിൽ നിന്ന് നമ്മളായി രൂപപ്പെടുവാനും അതോടൊപ്പം തന്നെ കാഠിന്യത്തിൽ നിന്ന് കരുണയിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും അടഞ്ഞുപോയതിൽ നിന്നും പ്രകാശങ്ങളിലേക്കും തുറവിയിലേക്കും തിരികെ വരാനുള്ള ദിനം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആമീൻ.